ടൈം. സോ ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ ചിരിച്ചുകൊണ്ട് എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയുക ടെസ്റ്റ് എഴുതാൻ പോകുന്നത് വരെയല്ലേ നിങ്ങൾ കണ്ടത്. അതിനുശേഷം അവിടെ നടന്നത് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുന്നു. അവിടെ എല്ലാവരും ഞങ്ങളിങ്ങനെ ലൈനായി നിൽക്കുന്നു. ഒരു 10-15 പേരെ അങ്ങനെ ആദ്യം അവരെ വിളിച്ചു. എൻ്റെ അതിൻ്റെ പേരുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് എന്താ പറയുക അവിടെ ഇങ്ങനെ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു പേപ്പർ വന്നിട്ട് എല്ലാവരോടും സൈൻ ചെയ്യാൻ പറഞ്ഞു. സൈനൊക്കെ ചെയ്തു. ഐ വാസ് എക്സൈറ്റഡ്. സാധാരണ ഒരു ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ എനിക്ക് പേടി വേണ്ടതാ. എന്താണെന്ന് അറിയില്ല, ഇന്ന് എനിക്ക് പേടി ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയില്ല, നമുക്കൊന്നും കൂടെ എഴുതാം, ആ ഒരു ഇതായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വൈ സോ മച്ച് ഓവർ കോൺഫിഡൻസ് എനിക്ക് അറിഞ്ഞൂടെ. എനിവേ ആ ടെൻഷനും കൂടി ഇല്ലാത്ത നന്നായി. കാരണം ടെൻഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൊത്തത്തിൽ ഇന്നെ കിളി പോയേനെ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഇങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് ഞങ്ങൾ ആ പേപ്പറിൽ സൈൻ ചെയ്തു. എന്നിട്ട് ഓരോരുത്തരുടെ ആയിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസറാണ് തോന്നുന്നു, കാഷ്വൽസിലുണ്ടായിരുന്നത്. ആ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എല്ലാവരുടെയും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എന്താ ഇതിന് പറയാ, ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് ഉണ്ട് നമ്മുടെ സംതിങ് ലൈക്ക് എൻ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബാർകോഡ് ഉണ്ട്. ഇവരത് സ്കാൻ ചെയ്തിട്ടുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസും ഇതൊക്കെ വരും. എന്നിട്ട് അവരതിൻ്റെ അകത്ത് എന്താ പറയുക എന്തൊക്കെയോ കൺഫേം ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഒരു സീറ്റ് അവിടെ അലോട്ടഡ് ആവുന്നത് സിസ്റ്റത്തിൽ. സോ എൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ നോ പ്രൊഫൈൽ പിക്ചർ, നോ സിഗ്നേച്ചർ അപ്ലോഡഡ്, ഒന്നും നോ ഡോക്യുമെന്റ്സ് അപ്ലോഡഡ്, ഫീ നോട്ട് പെയ്ഡ്. ഇതൊന്നും ചെയ്തിട്ടില്ല, ഫീസ് അടച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ എന്താ പറയുക എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി. അവരുടെ ഇന്നത്തെ ഇന്ന് എക്സാം എഴുതാൻ വരുന്ന കുട്ടികളുടെ ആൾക്കാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ സ്കാൻ ചെയ്ത് നോക്കും എൻ്റെ പ്രൊഫൈലൊന്നും കാണുന്നില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ അത്ര നൈസൊന്നും ആയിരുന്നില്ല, ടു ബി ഓണസ്റ്റ്. കണ്ണൂർ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഇപ്പോൾ അടുത്ത് ലേണേഴ്സ് ചെയ്താൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ ആ പുള്ളിക്കാരൻ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. പുള്ളിക്കാരൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് ആക്ച്വലി പോലീസ് ഓഫീസർ. എനിവേ ആ പുള്ളിക്കാരൻ എന്താ പറയുക ഇതെന്താണ്, ഇതൊന്നും കംപ്ലീറ്റഡ് അല്ലല്ലോ, ഇത് ആരെ ചെയ്തെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ് അതൊക്കെ ചെയ്തത്, അവരെല്ലാം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ, നീ നോക്കി എല്ലാം റെഡിൽ നോട്ട് അപ്ലോഡഡ് എന്നാണ് കാണിക്കുന്നത്. അവർ നിന്നെ പറ്റിച്ചതാകാണ്ടായിരിക്കും. ലൈക്ക് ഒന്നാമത് ഞാനൊരു ചെറിയ കുട്ടി, പിന്നെ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്താൽ വരുന്നു. രാവിലെ കഷ്ടപ്പെട്ട് 5:30-6 മണിക്ക് എഴുന്നേറ്റ് വന്ന് രാവിലെ തന്നെ അങ്ങേർക്ക് എങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചീത്ത പറയാൻ തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചൊന്ന് പൊളൈറ്റ് ആയിട്ട് പറഞ്ഞൂടായിരുന്നു. ഐ മീൻ പൊളൈറ്റ് ആയില്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് പറഞ്ഞൂടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര അരോഗൻ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഞാനിങ്ങനെ അവിടെ ഏന്നായി പോയി. ഒന്നാമത് എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും വലിയ പരിചയമില്ല. മോറോവർ അങ്ങനെ പറയും ഇതൊന്നും അപ്ലോഡ് ആക്കിയിട്ടില്ല, പിന്നെ ഇതെങ്ങനെ ഞാൻ നിന്നെ കയറ്റി വിടുക. ഐ വാസ് ലൈക്ക് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നീ നിന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ചിട്ട് അവരെ രണ്ട് ചീത്ത പറയാന്നൊക്കെ പറഞ്ഞു. ഐ വാസ് ലൈക്ക് എന്നിട്ട് ഞാൻ നേരെ എന്താ പറയുക എൻ്റെ അമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, എന്നിട്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയും അച്ഛനും കൂടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടറിനെ വിളിച്ചു. പുള്ളിക്കാരി പറഞ്ഞു എല്ലാം ചെയ്തിട്ടുണ്ട്, എന്താ പറയുക എല്ലാം അപ്ലോഡ് ചെയ്താലല്ലേ നമുക്കൊരു എക്സാമിന് ഡേറ്റ് കിട്ടും, ഫീ അടച്ചാലേ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടത്തുള്ളൂ, സ്ലോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ അവരുടെ കയ്യിലാണെങ്കിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്, അപ്ലോഡ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഡോക്യുമെന്റ്സും ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് അവരിങ്ങനെ അങ്ങനെ പറയുന്നത്, അവരുടെ സെർവറിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പോയിട്ട് പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെ ചോദിച്ചു കമ്പ്യൂട്ടർ കളവ് പറയൂ. ഐ വാസ് ലൈക്ക് ടെക്നിക്കൽ ഗ്ലിച്ചസ് ക്യാൻ ഹാപ്പൻ, മോറോവർ ഇറ്റ്സ് എ ഗവൺമെന്റ് സൈറ്റ്, അത് ഏത് നേരവും ക്രാഷ് ആവാവുന്നൊരു സംഭവമാണല്ലോ, എവറിബഡി നോസ് ഇറ്റ്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ സൈറ്റൊന്നും പ്രശ്നം വരില്ല, എല്ലാവരുടെയും കിട്ടുന്നുണ്ടല്ലോ, തൻ്റെ മാത്രം എന്താ കിട്ടാത്ത. ഞാനിങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശരിയാവാന്നുള്ളതായി പോയി. എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ട് പറഞ്ഞു പോലീസ് ഓഫീസർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നോടാ. മീൻവൈൽ അങ്ങനെ ഒരു 3 തവണയെങ്കിലും എൻ്റെ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോഴും ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ആൻറ്റി പറഞ്ഞു എന്നാൽ നീ അതിൻ്റെ ഓപ്പോസിറ്റ് കഫേ ഉണ്ട്, ഇന്റർനെറ്റ് കഫേ ഉണ്ട്, നീ അവിടെ പോയിട്ട് പരിവാഹൻ്റെ സൈറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു സമയത്ത് മാനസികാവസ്ഥ എനിക്ക് ഇത്ര ഇവിടെ വരെ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നോട്ട് ബിക്കോസ് ഐ ഡിഡ് എനിത്തിങ് റോങ്, ബട്ട് ബിക്കോസ് ദർ വാസ് സം ഗ്ലിച്ച് ഇൻ ദർ സെർവർ ആൻഡ് യെറ്റ് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ സെർവറിന്റെ ഗ്ലിച്ച് ആണെന്ന് അവർ അക്സെപ്റ്റേ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മുന്നിൽ മറ്റേ മെയിൻ റോഡാണ്, അതൊക്കെ ക്രോസ് ചെയ്യണം. എന്തോ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ നേരെ ഇങ്ങനെ നടന്നു. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകാത്തൊരു വ്യക്തി കൂടിയാണ്. ബട്ട് സംഹൗ ഐ ഗോട്ട് ദ കറേജ് ടു ആൻഡ് ഞാൻ റോഡ് ക്രോസ് ചെയ്തു. അപ്പുറത്തെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയി. അവിടെ പോയിട്ട് അതിങ്ങനെ തുറക്കുന്നുണ്ടായിരുന്നുള്ള ഇന്റർനെറ്റ് കഫേ. എന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ആ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ആൻറ്റി ഇങ്ങനെയൊക്കെയാണെന്ന് നോക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി എന്നാൽ വേഗം വന്നിട്ട് പുള്ളിക്കാരി ആ കട തുറന്ന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്നെ വിളിച്ച് കൊണ്ടുപോയി ഇതൊക്കെ ചെക്ക് ചെയ്ത് തന്നിട്ട് ഞാൻ നോക്കുമ്പോൾ സൈറ്റിലെല്ലാം അപ്ലോഡഡ്, എവറിത്തിങ് ഇസ് അപ്ലോഡഡ്, ഒന്നും റെഡിൽ കാണിക്കുന്നില്ല. പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡഡ് ആണ്, എല്ലാം പ്രോപ്പറാണ്. എൻ്റെ ബസ് ലൈക്ക് പിന്നെന്താ മറ്റേ പുള്ളിക്കാരുടെ കമ്പ്യൂട്ടറിൽ വരാത്തെ. എന്നിട്ട് ഞാൻ നേരെ വീണ്ടും തിരിച്ച് RT ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് എന്താ പറയുക ഞാനിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ആ ക്യൂവിലുള്ള കുറേ കുട്ടികളെ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് ഒരു 10 പേരുടെ ഇത് സെറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 അങ്ങാണ്ട് ട്രിപ്പിൻ്റെ എന്താ പറയുക രജിസ്ട്രേഷൻ പോലത്തെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻവൈൽ ഇങ്ങനെ ഓരോ കുട്ടികളും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയറി എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ കുട്ടി ഇങ്ങനെ കഴിയാൻ വേണ്ടി അങ്ങനെ കാത്തിക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അത് നീ പേടിക്കൊന്നും വേണ്ട, എല്ലാം അപ്ലോഡഡ് ആണ്, അത് അവരുടെ സൈറ്റിന് എന്തെങ്കിലും ഗ്ലിച്ച് ആയിരിക്കും. എന്നിട്ട് എന്താ പറയുക പുള്ളിക്കാരി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു നീ നേരത്തെ പറഞ്ഞ പോലീസ് ഓഫീസറിൻ്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് ഓഫീസറിൻ്റെ. ആൻഡ് ഐ എം നോട്ട് ഡിസ്ക്ലോസിംഗ് ഇറ്റ് ഹിയർ, ചുമ്മാ എന്തിനാ. എനിവേ കണ്ണൂർ RTO ആളാണ്, ഇഫ് യു നോ യു നോ. എന്നിട്ട് എന്താ പറയുക ആൻറ്റി പറഞ്ഞു ആ ഇൻസ്പെക്ടറല്ലേ ഐ മീൻ ആ പോലീസ് ഓഫീസറല്ലേ ഞാൻ MVI മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ടുണ്ട്, അവർ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ ആൻറ്റിയുടെ കോള് ആ പോലീസ് ഓഫീസറിന് കൊടുക്കട്ടെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു കൊടുത്തോക്ക്, പക്ഷേ അവർ എടുക്കുമോ ഐ മീൻ കോളിൽ സംസാരിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ വാസ് ലൈക്ക് സർ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർ ഉണ്ട് ലൈനിൽ, നിങ്ങളൊന്ന് സംസാരിക്കുമോ, പുള്ളിക്കാരി എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര നൈസായിട്ടാണ് പറഞ്ഞത്. അപ്പോഴും പുള്ളിക്കാരൻ എനിക്കൊന്നും വേണ്ട. ഐ വാസ് ലൈക്ക് വേണ്ടാന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഹി വാസ് ലിറ്ററലി എനിക്കൊന്നും വേണ്ട,
വൈ ബ്രോ? ഐ വാസ് ലൈക്ക് ലിറ്ററലി അറ്റ് ദ വേർജ് ഓഫ് ക്രൈങ്. എങ്ങനെ ഇപ്പൊ കരയും പക്ഷെ കരയരുത് എന്നുള്ള ഇതിലായിരുന്നു. എന്നിട്ട് എന്താ ഞാനൊന്ന് അപ്പോഴത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിമെന്റ് വാങ്ങിക്കുന്നില്ല, അപ്പം അനുവിന് കുഴപ്പമില്ല, നീ ഒന്ന് അവിടെ വെയിറ്റ് ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു കോൾ വന്നു. അപ്പോഴും ഇങ്ങനെ സാർ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരൻ വലിയ ഏതൊരു ഓഫീസറാണെന്ന്. എന്നിട്ട് അതേ സാർ, പക്ഷേ ഇതിൻ്റെ അതൊന്നും കാണിക്കുന്നില്ല സാർ. അയ്യോ, ആ ഫോൺ കോളിൽ അങ്ങനെ എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അറിയോ? സോ മാന്യമായി സംസാരിക്കാൻ അറിയാത്ത ആളല്ല, പക്ഷേ സിംപ്ലി ബീങ് എറോഗന്റ്, വൈ? ബട്ട് എനിവേ, എന്നിട്ട് ആ കോൾ വെച്ചിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം വന്നു. ഒരു ആസ് ഇഫ് ലൈക്ക് ദ സിസ്റ്റം വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് കോൾ. മാജിക്. ആ സമയത്ത് ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എല്ലാം വന്നു. അങ്ങനെ എന്താ പറയുക, എല്ലാം റെഡിയായി. എന്നിട്ട് ഞാനിങ്ങനെ നേരെ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടന്നിട്ടാണ് കമ്പ്യൂട്ടറൊക്കെ ഉള്ള സ്ഥലം, എക്സാം എഴുതേണ്ട സ്ഥലം. അവിടെ പോയി ഇരുന്നു. എന്നിട്ട് എന്താ ഇരുന്നു, ഒരു സിസ്റ്റത്തിൽ ഞാൻ ഇരുന്നു. എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു. ക്യാപ്ച അടിച്ചപ്പോൾ ചെറുതായി തെറ്റിപ്പോയി. ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു. ഇത്തവണ ക്യാപ്ചയൊക്കെ കറക്റ്റായിട്ട് അടിച്ചു. ആൻഡ് ഇൻവാലിഡ് ആപ്ലിക്കേഷൻ നമ്പർ. ഐ വാസ് ലൈക്ക്, ഞാൻ 2-3 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അടിച്ചത്. ആൻഡ് ഇൻവാലിഡ് ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ അവിടെ ഇൻവിജിലേറ്ററായി നിന്നൊരു സാർ വന്നിട്ട് പറഞ്ഞു, മോളെ സാറില്ല, അപ്പുറത്തെ കമ്പ്യൂട്ടറിലേക്ക് മാറിയിരുന്നോ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് മാറിയിരുന്നു. എല്ലാ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു, ക്യാപ്ച അടിച്ചു, എല്ലാം അടിച്ച് സെറ്റാക്കി ഞാൻ എഴുതാൻ തുടങ്ങി. ഒരു 13ാമത്തെ ക്വസ്റ്റ്യൻ, ടു ബി എക്സാക്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കൺഫേം കൊടുത്തപ്പോൾ പിന്നെ എൻ്റെ സിസ്റ്റം മൊത്തം ബ്ലാങ്ക് ആയി. സർപ്രൈസ്, സിസ്റ്റം ബ്ലാങ്ക് ആയി. എന്നിട്ട് ഞാൻ വീണ്ടും ഇൻവിജിലേറ്റർ വിളിച്ചു, സാർ ഇങ്ങനെ സംഭവിച്ചു, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ മറ്റേ എന്താ പറയുക, ഹോൾ ടിക്കറ്റ് പോലത്തെ പേപ്പർ ഉണ്ടല്ലോ, അതിനകത്ത് റീസെറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് പറഞ്ഞു, ആ ഫ്രണ്ടിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഓഫീസറിൽ ആ ഓഫീസർക്ക് കൊണ്ട് കൊടുത്താൽ മതി, പുള്ളിക്കാരൻ റീസെറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക്, അയ്യോ വീണ്ടും അങ്ങനെ അടുത്ത് തന്നെ പോകണല്ലേ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു പോയി. അവിടുന്ന് അപ്പോഴും എന്നെ കണ്ടപ്പോൾ, താൻ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ എന്ത് ചെയ്യാനാ, ആസ് ഇഫ് ലൈക്ക് ഞാൻ എന്താ തെറ്റ് ചെയ്തേണ്ടത്. എന്നിട്ട് പറഞ്ഞു, ടെൻഷൻ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടെൻഷൻ ഒന്നുമില്ല, ടെൻഷൻ ഒന്നും വേണ്ട, നീ പാസ്സാവും. ഐ വാസ് ലൈക്ക്, പാസ്സായിക്കോളാം. എന്നിട്ട് അടുത്ത കമ്പ്യൂട്ടറിൽ പോയി എഴുതി, ഫൈനലി പാസ്സായി. ദാറ്റ് വാസ് ദ സ്റ്റോറി. വളരെ നല്ലൊരു ദിവസമായിരുന്നു. കാര്യം പറയാലോ, ഐ ഹോപ്പ് ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. ഐ മീൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ദാറ്റ് എന്താ പറയുക, പോലീസ് ഓഫീസർ വാസ് എ ലിറ്റിൽ ബിറ്റ് മോർ നൈസ്. അങ്ങനെ നൈസും സ്വീറ്റും ആണെന്ന് ഞാൻ പറയുന്നത്, ഒരു ന്യൂട്രലായി സംസാരിച്ചാലും മതിയായിരുന്നു. ഇങ്ങനെ വിഷമമൊന്നുമില്ല, പാസ്സായല്ലോ, നമുക്കത് മതിയല്ലോ. സോ ദാറ്റ് വാസ് ഇറ്റ്, മൈ ലേണേഴ്സ് ടെസ്റ്റ് അപാരതം. സോ എനിവേ, ബാക്കി വീഡിയോസ് കാണൂ. ഐ മീൻ, ഞാൻ ആ ടെൻഷനിൽ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. ബട്ട് ലുക്കിംഗ് നൗ, ഞാൻ ആ ടെൻഷനിൽ അത്രയെങ്കിലും ക്ലിപ്സ് എടുത്തല്ലോ, നന്നായി. സോ ദാറ്റ് ഐ കുഡ് മേക്ക് എ വീഡിയോ ആൻഡ് like give awareness to people that who are going to give their learners license test. So yeah, continue.